വടക്കാഞ്ചേരി ആസ്ഥാനമായുള്ള സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരിയിൽ നടത്തിയ PN മേനോൻ, ഭരതൻ, പത്മരാജൻ അനുസ്മരണ പരിപാടിയുടെയും പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൻ്റെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും അനുസ്മരണ പരിപാടിയിലേക്കും പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിലേക്കും സ്വാഗതം. ആകാശമാകെ കണിമല കതിരുമാ പുലരിപ്പോന്ന് ആകാശമാകെ കണിമല കതിരുമാ പുലരിപ്പോന്ന് പുതുമഞ്ഞിയ പൂവിലാ കൊതിയാ മന്ത്രമുണ്ടോ പൂമുത്തോ വർണ്ണത്തിലോ നിൻപാ
ഒരുക്കി കാണുമ്പോ പറയാമോ കരളിലെ അനുരാഗം ഒരു കുറിയൻ കാറ്റേ കാണുമ്പോ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ ധനെ മണികണ്ഠനെ നീലകണ്ഠനെ മൈന്ദനെ എങ്ങും നിറയുന്ന എല്ലാമറിയുന്ന പുണ്യപ്രകാശമേ നയിച്ചാലും എല്ലാം നൽകുന്ന എല്ലാം കാക്കുന്ന ദിവ്യസ്വരൂപമേ നയിച്ചാലും. സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സാംസ്കാരിക പ്രവർത്തകരെ, സ്മൃതിയുടെ സുഹൃത്തുക്കളെ, സ്മൃതി സാംസ്കാരിക സംഘടന കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏകദേശം 3ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് ഈ വടക്കാഞ്ചേരിയുടെ ഈ ഗ്രാമീണ വായനശാലയിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 പ്രോഗ്രാമിലും ഒരുപക്ഷെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും വന്നിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ വലിയ ഒരു മുഖവരയുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ കഴിവ് തെളിയിച്ച വടക്കാഞ്ചേരിയുടെ ബഹുമുഖ പ്രതിഭകളെ 5 പേരെ ആദരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സ്മൃതിയുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത് തന്നെ. നമുക്കറിയാം, PN മേനോൻ, ഭരതൻ, പത്മരാജൻ അവരെ അനുസ്മരിച്ചുകൊണ്ട് നമുക്കറിയാം ഇവർ 3 പേരും സിനിമയുടെ കാലഘട്ടത്തിൽ അതിമനോഹരമായിട്ട് നല്ല നല്ല സിനിമകൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുള്ള ആളുകളാണ്. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദി വളരെ വലിയ ചടങ്ങുകൾ, എനിക്ക് 1-2 പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി പങ്കെടുത്ത ചടങ്ങിൽ ഉൾപ്പെടെ കഴിഞ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപക്ഷെ സാംസ്കാരിക രംഗത്ത് കുറേ കൂടി സജീവമായ സാന്നിധ്യമായി വടക്കാഞ്ചേരിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ്. ജോസഫ് പൂമലയും മോഹനൻ മാഷും അതുപോലെ തന്നെ നമ്മുടെ മോഹനൻ അവണപ്പറമ്പ് ഒക്കെ തന്നെ വിവിധ മേഖലകളിൽ ഞങ്ങൾ കണ്ടുമുട്ടാറുള്ളതാണ്, ഇടപെടാറുള്ളതാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ വടക്കാഞ്ചേരി നമ്മുടെ തലപ്പള്ളി താലൂക്കിൻ്റെ അല്ലെങ്കിൽ ജില്ലയുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സാംസ്കാരിക രംഗത്തുള്ള പൂർവ്വസൂരികൾ നമ്മളെ കൈവിട്ടു പോയിട്ടുണ്ട്. ആ പൂർവ്വസൂരികളിൽപ്പെട്ടതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച PM മേനോനും ശ്രീ ഭരതൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരുടെ പൈതൃകങ്ങൾ നമുക്ക് കാത്തു സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിൽ കേരളത്തിലെ തന്നെ ഒട്ടനവധി സാംസ്കാരിക സംഘടനകൾ കുറിച്ച് ഞാൻ എങ്ങനെ സംസാരിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് തന്നെ വലിയ ആശങ്കയുണ്ട്.
കാരണം എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വലിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ ആദ്യം ചെയ്തത് PN മേനോനെ കുറിച്ചാണ്. അത് അദ്ദേഹത്തിൻ്റെ ഓളവും തീരവും എന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അതിന് ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹം അന്ന് കൊച്ചിയിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ടൊരു ദീർഘമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. പിൽക്കാലത്ത് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം 1983 മലമുകളിലെ അബ്ദുള്ള എന്ന സിനിമയുടെ നിർമ്മാണവുമായിട്ടും അത് ബന്ധപ്പെട്ട് അതിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പൂർണ്ണമായിട്ട് പോകാനും ആ ഷൂട്ടിംഗ് കാണാനുള്ള ഭാഗ്യമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രസംഗിക്കാൻ അവസരം കൊടുക്കുക. എനിക്ക് പാട്ട് പാടാനുള്ള അവസരത്തിന് പകരം മറ്റുള്ളവർക്ക് പാട്ട് പാടാൻ അവസരം കൊടുക്കുക. എനിക്ക് സ്വയം പ്രകീർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവരെ ആദരിക്കുക എന്നുള്ളതൊക്കെ കണ്ടെത്തലിലേക്ക് എത്തിയതോട് ഞാൻ പ്രസംഗിക്കുന്നില്ല. പക്ഷേ ആ 10 മിനിറ്റ് ഒരു അധ്യക്ഷ പ്രസംഗത്തിന് എടുക്കാൻ ഞാനത് ചെറിയൊരു കാര്യത്തിനായിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ തേറമ്പൽ രാമകൃഷ്ണത്തിൽ അദ്ദേഹം ഒരു 10 മിനിറ്റ് പ്രസംഗിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ MLAയും അത് അനുവദിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അത് മറ്റൊരു കാര്യത്തിനാണ്. 3, 6, 9 മിനിറ്റ് അത് ഞാനല്ല ചെയ്യുന്നത്. PN മേനോൻ്റെ ഒരു സിനിമയിലെ ഒരു ഗാനം, ചെമ്പരത്തി എന്ന സിനിമയിലെ ഗാനം, പിന്നീട് പത്മരാജൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലെ ഒരു ഗാനം, പിന്നെ ചിലമ്പ് എന്ന് പറയുന്ന സിനിമയിലൊരു ഗാനം, ഈ 3 ഗാനം ഈ സദസ്സിൽ ആലപിക്കുകയാണ്. ഒരു സിനിമ കണ്ടതുപോലെ കൃത്യമായ രീതിയിൽ അത് നിറവിൽ അനുഭവിക്കുകയായിരുന്നു. അത്രമാത്രം മനോഹാരിതയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെ ആദരിക്കപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പ്രസന്ന ഉണ്ണി, സൈബുനിസ, ഷാജു കുറ്റിക്കാടൻ, കലാമണ്ഡലം വിനയൻ, കലാമണ്ഡലം മഞ്ജു. ഒറ്റവാക്കിൽ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ച സ്മൃതി സാംസ്കാരിക പഠന പൈതൃക വേദിക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ മേഖലയിലെ പല മേഖലയിലുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവരെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ്. മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൂ പൊട്ടിച്ചു. അന്ന് കണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. PN മേനോൻ പത്മനാഭ അനുസ്മരണം തികച്ചും ആ അനുസ്മരണത്തോടൊപ്പം നമുക്ക് മുന്നേ നടന്നവരുടെ അനുസ്മരണത്തോടൊപ്പം നമുക്ക് നിലവിലുള്ള കലാകാരന്മാരെ കലാകാരികളെ എല്ലാവരും ആദരിക്കുന്ന ഈ ചടങ്ങ് വളരെ മാതൃകാപരമായ ഒരു ചടങ്ങ് തന്നെയാണ്. ഈ ചടങ്ങിൽ സ്മൃതിയുടെ പേരിലും മറ്റു എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു.